നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 310th day. Today 81st sloka of 4th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 310ാം ദിവസം. ഇന്ന് 4ാമത്തെ അധ്യായത്തിലെ 81ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ ഭൃതാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 4ാമത്തെ അധ്യായത്തിലെ 81ാമത്തെ ശ്ലോകം. ഈ അധ്യായത്തിലെ സമാപ്തി ശ്ലോകവും കൂടിയാണ് ഇത്. ഏവം സുതോക്തിവശതോപി ഗൃഹം വിഹായ യാദോവനം സ്ഥിരമതിർഗതഷഷ്ടിവർഷ യുക്തേ ഹരേരനുദിനം പരിചര്യയാസോ ശ്രീകൃഷ്ണമാപനിയതം ദശമസ്യ പാഠാത്. ഏവം സുതോക്തിവശതോപി ഗൃഹം വിഹായ യാദോവനം സ്ഥിരമതിർ ശതഷഷ്ടി. ഓം ശ്രീകൃഷ്ണായ നമഃ. യാദോവനം സ്ഥിരമതിർ ഗതഷഷ്ടിവർഷ യുക്തോ ഹരേരനുദിനം പരിചര്യയാസോ ശ്രീകൃഷ്ണമാപനിയതം ദശമസ്യ പാഠാത്. ഓം തത്സത്. ആത്മദേവൻ തൻ്റെ മകനായ ഗോകർണൻ പറയുന്നത് കേട്ടിട്ട് വീട്ടിൽ നിന്നും പിരിഞ്ഞ് കാട്ടിലേക്ക് പ്രവേശിച്ചു. മനസ്സിനെ ഉറപ്പിച്ച് ഭഗവാനിൽ തന്നെ പരമമായി ഉറപ്പിച്ചു. വയസ്സ് 60 കഴിഞ്ഞിരുന്നു. എല്ലാ ദിവസവും ശ്രീഹരിയെ പൂജിക്കുന്നതിൽ തന്നെ മനസ്സിരുത്തി. പിന്നീട് എല്ലാ ദിവസവും ഭാഗവതം ദശമസ്കന്ധം പാരായണം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഭഗവാനെ തന്നെ സേവിച്ച് ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ച് കാട്ടിൽ വസിച്ച് ആ ഭഗവാനിൽ തന്നെ ചെന്ന് ചേർന്ന് മുക്തി പ്രാപിച്ചു എന്നാണ് സൂതൻ ഈ അധ്യായം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. മകൻ്റെ ദുഷ്പ്രവൃത്തികൾ കണ്ട് വളരെയധികം വിഷമിച്ച് കരയുന്ന ആത്മദേവനെ ഗോകർണൻ വന്ന് ആശ്വസിപ്പിച്ച് ഉപദേശങ്ങൾ നൽകി. ഈ ലോകത്തിലുള്ള മമത വെടിയുക എന്ന് പറഞ്ഞു. വയസ്സ് 60 ആയിരുന്നു ആത്മദേവന്. അതുകൊണ്ട് തന്നെ ആ ദുഃഖം നിറഞ്ഞ വീട്ടിൽ നിന്നും ഇറങ്ങി കാട്ടിലേക്ക് പോയി എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരുന്നു, ഭഗവാനെ സേവിച്ചുകൊണ്ടിരുന്നു. ദശമസ്കന്ധത്തിലെ ഭഗവാന്റെ ഭാഗവതത്തിലെ ദശമസ്കന്ധം എപ്പോഴും പാരായണം ചെയ്ത് കൃഷ്ണനെ തന്നെ ധ്യാനിച്ച് കൃഷ്ണനിൽ തന്നെ ചെന്ന് ചേർന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ സൂതൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. 4ാമത്തെ സ്കന്ധത്തിലെ ശ്രീമദ് മഹാഭാഗവതത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 81ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തോടുകൂടി ഈ അധ്യായം പരിസമാപ്തിയാവുകയാണ്. പത്മപുരാണത്തിലാണ് ഈ ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനിയും 2 അധ്യായങ്ങൾ, 5ാമത്തെ അധ്യായം, 6ാമത്തെ അധ്യായം, ഇങ്ങനെ 2 അധ്യായങ്ങളുണ്ട്. അടുത്ത അധ്യായത്തിൽ ധുന്തുകാരി ചെയ്യുന്ന ദുഷ്പ്രവൃത്തികളും അതുമൂലമുണ്ടാകുന്ന കഷ്ടങ്ങളും അവനെ ഉദ്ധരിക്കുവാൻ വേണ്ടി ഗോകർണൻ ചെയ്യുന്നതും ഒക്കെയാണ്. അതിനുശേഷം ഭാഗവത പാരായണ വിധിയാണ് 6ാമത്തെ അധ്യായത്തിലുള്ളത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഏവം സുതോക്തിവശതോപി ഗൃഹം വിഹായ, വീട് വിട്ടിറങ്ങി, യാദോവനം സ്ഥിരമതിർ ഗതഷഷ്ടിവർഷ 60 വർഷം ആയിരുന്നു വനത്തിലേക്ക് പോയി. യുക്തോ ഹരേരനുദിനം പരിചര്യയാസോ ശ്രീകൃഷ്ണമാപനിയതം ദശമസ്യ പാഠാത്. ദശമസ്കന്ധത്തെ പാരായണം ചെയ്തുകൊണ്ടിരുന്നു. ഓം തത്സത്. ഏവം സുതോക്തിവശതോപി ഗൃഹം വിഹായ യാദോവനം സ്ഥിരമതിർ ഗതഷഷ്ടിവർഷ യുക്തോ ഹരേരനുദിനം പരിചര്യയാസോ ശ്രീകൃഷ്ണമാപനിയതം ദശമസ്യ പാഠാത്.
ശ്രീകൃഷ്ണമാപനിയതം ദശമസ്യ പാഠാത്. ഓം തത്സത്. ഇത് ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യേ വിപ്രമോക്ഷോ നാമ ചതുർത്ഥോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓം തത്സത്.